നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഏപ്രിൽ മന്ത് ഏറ്റവും ഒടുവിലത്തെ ആഴ്ച വാക്സിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു വാരമാണ്. എത്ര പേർക്ക് അതറിയാം? പലർക്കും അറിയില്ല. പക്ഷേ നമ്മളെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ വാക്സിനേഷനെ കുറിച്ച്, അല്ലേ? അവർക്ക് ഒരു അസുഖവും വരരുത്, അവർക്ക് എന്തൊക്കെ വാക്സിനേഷൻ എടുക്കാവോ അതെല്ലാം നമ്മൾക്ക് എടുക്കണം. പക്ഷെ അതിന് കൃത്യമായി നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് എനിക്കുമുണ്ട് കുറേ സംശയങ്ങളുണ്ട്. അപ്പം അതൊക്കെ മാറ്റാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിദ്യാ വിമലാണ്, പീഡിയാട്രീഷ്യൻ. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ആദ്യം വിദ്യക്കാണ് കോൾ ചെയ്യുക. വിദ്യ, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനൊരു കാര്യമുണ്ട്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എത്ര തിരക്കാണെങ്കിലും എനിക്ക് കാര്യം പറഞ്ഞു തരും. സോ ഇനി കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫുൾ കണ്ടിരിക്കുക, ഒന്നും സ്കിപ്പ് അടിച്ചു പോരുത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വിദ്യയോട് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം. വളരെ തിരക്കിനിടയിലും ഈ ഒരു വാരം അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ഫസ്റ്റ് എൻ്റെ ചോദ്യം പൊട്ട ചോദ്യമാണെന്ന് എനിക്കറിയില്ല, എന്നാലും എന്നെ ഗൈഡ് ചെയ്യുക. വാക്സിനേഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി ഒരു ഇമ്മ്യൂണിറ്റി തരുമല്ലോ, അത് പോരാ നമ്മൾ എക്സ്ട്രാ ഒരു വാക്സിനേഷൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും അല്ല. കാരണം നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം സുമി, എത്ര പേരാണ് ഓരോ ദിവസവും, എത്ര കുഞ്ഞുങ്ങളാണ് ഓരോ അസുഖം മൂർച്ഛിച്ചിട്ട് ആശുപത്രി കിടക്കുന്നത്. പത്രവാർത്തയൊക്കെ നമുക്ക് കേൾക്കാറില്ലേ? മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് ആശുപത്രിയിലായി, ടൈഫോയിഡ് മൂർച്ഛിച്ചു, അല്ലെങ്കിൽ എലിപ്പനി പടരുന്നു. അങ്ങനെ ഓരോ ഇൻഫെക്ഷൻസിന്റെയും എത്ര വാർത്തകളാണ് നമ്മുടെ ചുറ്റും, അല്ലെ? അതുപോലെ നമുക്കറിയാം, പണ്ട് നമുക്ക് വസൂരിയൊക്കെ വന്നിരുന്നു എന്ന് നമ്മുടെ അച്ഛനമ്മമാര് തന്നെ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ വസൂരി കേൾക്കാനേ ഇല്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ വരുന്നതോ പോട്ടെ, കൊച്ചു കുട്ടികൾക്ക് ഒരു അസുഖം നമുക്ക് തടയാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാതെ നാച്ചുറൽ ഇൻഫെക്ഷൻ വന്നോട്ടെ, എന്ത് വന്നാലും നമുക്ക് നോക്കാം എന്നൊരു ധൈര്യം നമുക്കുണ്ടായിരിക്കും. പക്ഷെ ശരിക്കും ഒരു അസുഖം വരുമ്പോ നമുക്ക് തടയാൻ പറ്റുമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് തടയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഗർഭിണിയായിരിക്കുമ്പോ ഒരു ചിക്കൻ ബോക്സ് വന്നു, നമ്മൾ തന്നെ വീട്ടിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഗർഭാവസ്ഥയിൽ വന്നുള്ള കാര്യം ആലോചിച്ചു നോക്കും. നമ്മൾ അല്ലെങ്കിൽ കുട്ടിക്ക് വല്ല പ്രശ്നം വരുമോ, അതൊരു മണ്ണം വന്നാലോ, അത് റൂബല്ല, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കുട്ടികൾക്ക് അതിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വിഷമാവും, ലൈഫ് ലോങ് അവരത് ബാധിക്കുകയും ചെയ്യും. നമുക്ക് തടയാൻ പറ്റുമായിരുന്നു, നമ്മളതൊരു റിസ്ക് എടുത്തു, അല്ലെ? പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ ഒരു ആരോഗ്യത്തെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവനെ വെച്ചിട്ടോ അല്ലല്ലോ നമ്മൾ ആ റിസ്ക് എടുക്കേണ്ടത്. നമുക്ക് തടയാൻ പറ്റും. അതുപോലെ നാച്ചുറൽ ഇൻഫെക്ഷൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അത് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകും, ഒരു മരുന്നും വേണ്ട. പക്ഷെ ചിലപ്പോൾ അതൊരു റിസ്ക് ആവാം. ഇപ്പൊ നമുക്ക് സർക്കാർ തന്നെ ഒരു 2 വർഷമായി തോന്നുന്നു, ഗവൺമെന്റ് ഇപ്പൊ കേരളത്തിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാ വാക്സിനേഷനും ഫ്രീ ആണ്. അത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ അറിവിലേക്കായിട്ട് കൂടി ഒന്നുകൂടി എടുത്തു പറയുന്നു. പല പേർക്കും അറിയാത്തൊരു കാര്യത്തിന് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സർക്കാർ നൽകുന്നത് അബ്സല്യൂട്ട് ഫ്രീ ആയിട്ടുള്ള വാക്സിനേഷൻ ആണ്. അത് പലർക്കും അറിയില്ല. നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ മാത്രമേ അതിന് ഗുണമുള്ളൂ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോകും. വലിയൊരു കാര്യമല്ലേ? കാരണം കേരളത്തില് അത് 1 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാ വാക്സിനേഷനും ഗവൺമെന്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ന്യൂമോകോക്കൽ വാക്സിൻ നമുക്കൊരു 2 വർഷം മുമ്പ് 3800 അതുപോലെ 2800 രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്ന വാക്സിനാണ് നമുക്കിപ്പോ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ വാക്സിനേഷൻ എടുക്കുന്ന ആ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണെന്ന് വെച്ചു, അത് ന്യൂമോണിയ ഉണ്ടാക്കും, തലയിൽ പഴുപ്പുണ്ടാക്കും, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഒരു ബാക്ടീരിയക്കെതിരെ നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ, ഇത്രയും അസുഖങ്ങൾക്കെതിരെയാണ് ആ ന്യൂമോകോക്കൽ ബാക്ടീരിയയുടെ വാക്സിനെതിരെ എടുക്കുമ്പോൾ അത്രയും ഇൻഫെക്ഷൻസിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ വാക്സിനേഷൻ എടുക്കണത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് അനാവശ്യമായ റിസ്കുകൾ എടുക്കുന്നത്? നമുക്ക് ഇതെല്ലാം ടെസ്റ്റഡ് ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട്, ഏകദേശം 10-40 വർഷത്തിലധികമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനേഷൻ ആണ്. പിന്നെ ഇതൊരു സിസ്റ്റം വളരെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അതിന് സർവൈലൻസ് ഉണ്ട്. എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റിന്റെ മോണിറ്ററിംഗിൽ ഇരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് സേഫ് ആൻഡ് സെക്യൂർ എന്ന് പറയുന്നത് വാക്സിനേഷൻ മസ്റ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ആ ചോദ്യം പലരുടെയും സംശയമായതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. ഇനിയുള്ള അടുത്തൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം, സർക്കാർ ആശുപത്രികളിൽ അവർ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പ്രസവം നടക്കുകയും അവിടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പ്രൈവറ്റിൽ പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് രണ്ട് ഇഷ്ടങ്ങളാണ്, അവരുടെ ചോയ്സ് ആണ്. പക്ഷെ വാക്സിനേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന അതേ വാക്സിനേഷൻസ് അല്ല പ്രൈവറ്റിലെ അല്ല സർക്കാരിൽ. അപ്പം ചില പാരൻസിന് കൺഫ്യൂഷൻ വരും. അപ്പം ഞങ്ങളുടെ കുട്ടി എടുത്തതിൽ കുറഞ്ഞു പോയോ, അവിടെ പ്രൈവറ്റിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടോ, വേറെ എന്തോ അഡീഷണൽ എടുക്കുന്നുണ്ടല്ലോ. പ്രൈവറ്റിലാണെങ്കിൽ അവർ തന്നെ വിചാരിക്കും സർക്കാരിൽ ഇത്രയൊന്നുമില്ല, നമ്മൾ കുറച്ച് കൂടുതൽ കാശ്.
അപ്പൊ അങ്ങനെ വ്യത്യാസപ്പെടുന്നുണ്ട് വാക്സിനേഷന്റെ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ. അത് ശരിക്കും ഇത്രയും എടുക്കണം അത്രയും എടുക്കണം അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ലടാ. എന്താണെന്നറിയോ, നമ്മളിപ്പോ ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരു 2 വർഷമായി നമുക്ക് 1 വയസ്സുള്ള വാക്സിൻ ഫ്രീ ആയിട്ട് കിട്ടി. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ആണ്. ഇന്ത്യയിലുള്ള എല്ലാ പീഡിയാട്രിഷ്യൻസിന്റെയും എല്ലാവരും രജിസ്റ്റേർഡ് ആണ് അതിന്. അതുപോലെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്കിപ്പോൾ വാക്സിനേഷൻ ഓരോ വർഷം തോറും പറയും ഇന്ന വർഷം ഇതാണ് അപ്ഡേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് വാക്സിനേഷന് പോലും പുതിയ ചേഞ്ച് ഇതാണ് എന്ന് പറഞ്ഞ് ഓരോ വർഷവും തോറും അവര് അതുപോലെ നമുക്ക് പ്രോട്ടോകോൾ ചേഞ്ചസ് ചിലപ്പോൾ വരാറുണ്ട്. 2023 വരും, അല്ലെങ്കിൽ 24 ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറ്റം പറയും. അപ്പൊ അത്രയും അസോസിയേഷന്റെ ഒരു റെക്കമെൻഡേഷൻ ഉള്ള വാക്സിൻസ് തന്നെയാണ് ഗവൺമെന്റിലുള്ള വാക്സിൻസും പ്രൈവറ്റിലുള്ള വാക്സിൻസും. ഈ ഗവൺമെന്റിലുള്ള വാക്സിൻ പ്രൈവറ്റിലുള്ള വാക്സിന്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില വാക്സിൻസ് സൗജന്യമായിട്ട് കിട്ടും, അപ്പം ചില വാക്സിൻസ് സൗജന്യമായിട്ട് കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ എടുക്കേണ്ടതാണോ? അപ്പൊ അങ്ങനെ സൗജന്യമല്ലാത്ത നമ്മൾ പൈസ കൊടുത്ത് എടുക്കേണ്ട വാക്സിൻസ് ആണ് അഡീഷണൽ വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേറൊരു പേരാണ് ഓപ്ഷണൽ വാക്സിൻസ്. അപ്പം നമ്മളിപ്പം 2020 മുമ്പ് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുന്നത് അഡീഷണൽ വാക്സിൻസിലായിരുന്നു. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് അത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പൊ അത് ഗവൺമെന്റ് ആശുപത്രിയിൽ എല്ലാം തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മേജർ ഹോസ്പിറ്റൽസ്, മറ്റ് വാക്സിൻസ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് പേരൻസ് എടുക്കേണ്ട വാക്സിൻ ആണ്. ഭാവിയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വാക്സിൻസും അഡീഷണൽ വാക്സിൻസ് ആയിട്ട് ഇപ്പൊ പോകുന്ന വാക്സിൻസും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വലിയൊരു വിപ്ലവമാണ്. കാരണം അതൊരു വലിയ ചേഞ്ച് അല്ലേ. ഇത്രയും കുട്ടികളുള്ള ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വരാം. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അത്രയും താമസിച്ചു പോരുത്. അതിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടാനാണ് അഡീഷണൽ വാക്സിൻസ് നമ്മൾ എടുക്കണം എന്ന് പറയാം. നമ്മൾ അറിഞ്ഞിരിക്കുക ഇത്രയും വാക്സിൻസ് ഉണ്ട്, നമ്മളത് പേരൻസിനെ അറിയിക്കുന്നു. അവരുടെ ചോയ്സ് ആണ് അത് എടുക്കണമോ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും അവരോട് ചോയ്സ് അനുസരിച്ച് അവർ എടുക്കണത് ഗവൺമെന്റിലും ഉണ്ട്, പ്രൈവറ്റിലും ഉണ്ട്. പക്ഷെ എല്ലാ ഹെൽത്ത് സെന്ററിലും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജസിൽ കാണും, മേജർ ഹോസ്പിറ്റൽസിലെല്ലാം, ഗവൺമെന്റ് ആശുപത്രിയിൽ എല്ലായിടത്തും എല്ലാ വാക്സിൻസും ലഭ്യമാണ്. പ്രൈവറ്റിലും ഇതേ വാക്സിൻസ് അവിടെയും ലഭ്യമാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രൈവറ്റിലെ വാക്സിൻസ് നമ്മൾ പൈസ ചെലവാക്കി എടുക്കും. പക്ഷെ അഡീഷണൽ വാക്സിൻസ് ഗവൺമെന്റിലും പൈസ ചെലവാക്കി എടുക്കേണ്ടി വരും. വില നിലവാരത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുമായിരിക്കും. പക്ഷെ ഗവൺമെന്റിലും പ്രൈവറ്റിലും രണ്ടിലും ഈ അഡീഷണൽ വാക്സിൻസ് മേജർ ഹോസ്പിറ്റൽസിൽ ഗവൺമെന്റിലും എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും കാണും. ശരി, ഇനി സൈഡ് എഫക്ട്സ്, അതൊരു മേജർ ആയിട്ടുള്ള ഒരു പങ്കുള്ള ഒരു കാര്യമാണ്. വാക്സിനേഷൻ എടുത്തിട്ട് വന്നതാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകളിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിനേഷൻസിൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ? വാക്സിനേഷന് ഇപ്പൊ നമ്മൾ ഓരോ വാക്സിൻസും നോക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരുടെയും ചോദ്യം, ഇപ്പൊ നമ്മൾ പുതിയ വാക്സിൻ ആണോ ഡോക്ടർ, ഇത് എടുക്കാമോ, കാരണം ഇതിന് എന്തെങ്കിലും കുഴപ്പം വരും. എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള, പക്ഷെ ഇതിനെല്ലാം ഇപ്പൊ നമ്മൾ MMR വാക്സിൻ എടുക്കും. അപ്പൊ MMR വാക്സിൻ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പൊ അവർ ചോദിക്കും പനി വരും. അപ്പൊ പനി വരും. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം ഇത് പനി വരുമെന്ന്? ആ വാക്സിൻ മാർക്കറ്റിലോട്ട് വരുന്നതിന് മുമ്പ് അത് പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് വരാം. ഇപ്പൊ സപ്പോസ് നമുക്ക് കുറച്ച് വർഷം മുമ്പ് ഈ MMR വാക്സിനെ പറ്റി ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള കുറെ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പക്ഷെ അതിനെപ്പറ്റി എത്രയോ വർഷം പഠനം നടത്തി അവസാനം അങ്ങനെ ഒരു സൈഡ് ഇഫക്ട്സ് ഇല്ല അതിന്. MMR വാക്സിൻ പൂർണ്ണമായും സേഫ് ആണ്. അതുപോലെ നമ്മൾ എല്ലാ വാക്സിനെ പറ്റിയും ഇന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം എന്ന് പഠനം നടത്തി മാത്രമേ കുട്ടികളിൽ നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റൂ. മുതിർന്നവരെ പോലെ അല്ല. കുട്ടികളിൽ നമ്മൾ ഒരു ലോകാരോഗ്യ സംഘടന പോലും നിരീക്ഷിക്കുന്നതാണ് നമ്മുടെ വാക്സിൻസ് എല്ലാം തന്നെ. ഇപ്പൊ ഡെങ്കുവിന്റെ വാക്സിൻ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു അത്രയും വർഷത്തെ പഠനമാണ് നടക്കുന്നത്. സൈഡ് ഇഫക്ട്സ് ഉറപ്പ് വരുത്തണം, കുട്ടികൾക്ക് വരുത്തണം. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ എടുത്തു, അല്ലെങ്കിൽ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ എടുത്താലും വന്നാൽ എന്ത് വരാമെന്ന് തന്നെയല്ലേ പറയുന്നത്. വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ സുരക്ഷ കിട്ടും. അപ്പൊ അത്രയും സാധ്യത പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ സൈഡ് ഇഫക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണയായി കണ്ടുവരുന്ന സൈഡ് ഇഫക്ട്, നമ്മളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ DPT വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പനി വരും, കടുത്ത പനി, കുട്ടി ചിലപ്പോൾ കരയും, നല്ല കരച്ചിലായിരിക്കും. പല മാതാപിതാക്കൾക്കും ഭയങ്കര ടെൻഷനാണ്. പനി വരാത്ത വാക്സിൻ ഉണ്ടോ, അപ്പൊ ആ പനി വരാത്ത വാക്സിന് ഗുണം കുറവായിരിക്കും, അങ്ങനെയൊക്കെ പല ധാരണകളും ഉണ്ട്. പക്ഷെ വാക്സിനേഷന്റെ പൊതുവെയുള്ള സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ളത് പനി, നല്ല കരച്ചില്, മയക്കം വരാം. അതുപോലെ ചില കുട്ടികൾക്ക് നല്ല ഛർദില്, വയറിളക്കം, അതുപോലെ ബ്ലഡ് കാണുന്നു,
അങ്ങനെ കുഞ്ഞിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ഞാൻ പറയുന്നത് അബ്നോർമൽ ആയിട്ട് കടുത്ത പനിയായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാക്സിനേഷന്റെ കാര്യമായ സൈഡ് ഇഫക്ട്സ് ആയിട്ട് തന്നെ കണ്ടിട്ട് ഡോക്ടറോട് പറയണം. കടുത്ത പനിയുണ്ട്, 40 ഡിഗ്രി അല്ലെങ്കിൽ 104 ഡിഗ്രി കൂടുതൽ നിൽക്കുന്ന പനി, ഒട്ടുമേ കുറയുന്നില്ല, കുട്ടി കരയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാണുകയാണ്, കരച്ചിൽ നിർത്തുന്നേ ഇല്ല, ഡോക്ടർ കാണുന്നത് അത്യാവശ്യം കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ ഇപ്പൊ പറയും കുഞ്ഞിന് മയക്കാണ്, കുഞ്ഞിന് ഫിറ്റ്സ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ എന്താ പറയുക വാക്സിനേഷൻ എടുത്ത ഇത്ര മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു സൈഡ് ഇഫക്ട്സ് കണ്ടാൽ ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഡോക്ടർ ആണെങ്കിലും എന്ത് ചെയ്യും, അത് റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഗവൺമെന്റിന്റെ മോണിറ്ററിംഗ് ഉണ്ട്. നമ്മൾ പലരും അറിയാത്തത് ഇത് ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ ഏത് ആശുപത്രിയിൽ എടുത്താലും, നമ്മളിപ്പോ പ്രൈവറ്റിൽ എടുത്താലും എല്ലാ സ്ഥലത്തും ഏത് സൈഡത്തിൽ ഒരു സൈഡ് ഇഫക്ട് വന്നാൽ നമുക്ക് അത് ഡിസ്ട്രിക്ട് ഇമ്മ്യൂണൈസേഷൻ ഓഫീസർ ഉണ്ട്, അവർക്ക് ഇത് നോട്ടിഫിക്കേഷൻ പോവും, അവരതിനെ നിരീക്ഷിക്കും, അവരതിനെ എൻക്വയറി നടത്തും. അത്രയും ഒരു സർവൈലൻസിൽ ഇരിക്കുന്നതാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ, കേരളത്തിലെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയും മോണിറ്ററിംഗ് സിസ്റ്റത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. വാർത്തകൾ കേൾക്കാറില്ലേ, ഒരു കുഞ്ഞിന്റെ കാലില് പഴുപ്പ് വന്നു, അവര് അതെന്തുകൊണ്ടാണ്, അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ ഓഫീസർ അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ എൻക്വയറി നടത്തിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ചെറിയ വാക്സിന് പോലും ഇത്രയും പഠന വിധേയമാക്കിയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഒരു അബ്നോർമൽ ആയിട്ട് കുട്ടിക്ക് കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണം, സാധാരണയായിട്ട് ചെറിയ പനിയോ വേദനയോ ഒക്കെ വരാം, പക്ഷെ നേരത്തെ പറഞ്ഞ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പനിയ, നല്ല രീതിയിലുള്ള കരച്ചില്, മയക്കം, ആഹാരം കഴിക്കുന്നില്ല, ഫിറ്റ്സ് വരുന്നു, അല്ലെങ്കിൽ വയറിളക്കം, ഛർദില്, ബ്ലഡിന്റെ അംശം, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് കണ്ടാൽ ഡോക്ടറോട് അങ്ങ് പറയുക. കാരണം അത് പറയേണ്ടത് നമ്മൾ അടുത്ത ഏറ്റവും വലിയ സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം, സ്വാഭാവികമായിട്ട് നമ്മൾ കുട്ടീനെ കൊണ്ട് വാക്സിൻ എടുക്കാനായിട്ട് ഡേറ്റ് ആയി ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടിടുന്ന വാക്സിൻ എടുക്കാനെന്ന് പറഞ്ഞിട്ട് പോലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞിന്റെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ഡോക്ടറെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. കുട്ടി കഴിഞ്ഞ രാത്രികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പോലുള്ള. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാക്സിൻ എടുക്കുന്നതിന് മുൻപ് ഡോക്ടറെ ധരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറോട് പറയേണ്ടത് പാരന്റ്സ്? നമ്മൾ മിക്കവരും പറയാ പനി ചെറുതായിട്ടുണ്ട്, പനിയെ പറ്റി എല്ലാവരും ഓർക്കും, പനിയോ ജലദോഷമോ കഫക്കെട്ടോ ഉള്ളപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്. പക്ഷെ കുട്ടിക്ക് വാക്സിനേഷൻ, ലാസ്റ്റ് വാക്സിനേഷൻ എടുത്തത് എപ്പോഴാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, കയ്യിൽ വാക്സിനേഷൻ കാർഡ് വേണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. മറന്നുപോയി, എടുത്തില്ല. എന്തെന്നറിയോ, നമ്മൾ ഇപ്പോഴത്തെ യുഗം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യുഗമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വാട്സപ്പ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റാം. പടം എടുക്കുന്ന പടത്തില് ഇപ്പുറത്തെ സൈഡിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവരുടെയും കാർഡിൽ എടുത്ത ഡേറ്റ് കാണും, നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തൊട്ട് സ്ഥലത്ത് മാറിയാണ് മുമ്പത്തെ ആൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ഏത് വാക്സിൻ ആണ് നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാകത്തില്ല. പടം കണ്ട് നമുക്ക് ചിലതൊക്കെ പറയാൻ പറ്റും, പക്ഷെ പടമെങ്കിലും വേണം. അതാണ് പ്രശ്നം. പടം പോലും ഇല്ലാതെ ചിലര് പറയും മറ്റേ ഉറപ്പാ ഡോക്ടറെ അത് തന്നെയാണ് എടുത്താൽ മതി പറയും. പക്ഷെ അബദ്ധത്തിൽ നമ്മൾ 2 വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം. ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറയാം, വാക്സിനേഷൻ കാർഡ് നിങ്ങൾ ഗവൺമെന്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും കൊണ്ടുപോകണം. അതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുകയോ അവിടെ എഴുതിപ്പിക്കുകയോ ചെയ്യണം. കാരണം നാളെ നമ്മൾ അമേരിക്കയിൽ പോവുകയോ വേറെ രാജ്യത്ത് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ കാർഡ് ഇല്ലാതെ ഒരു കാര്യമില്ല. അതുപോലെ കാർഡ് ഉണ്ടെങ്കിലേ നാളെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ അല്ല വേറെ ഡോക്ടറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പൊ ഡോക്ടർ ചോദിക്കും കാർഡ് എവിടെയാണ്. അപ്പൊ നമുക്കൊരു ലിസ്റ്റ് വേണ്ടേ എഴുതി കൊടുക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വാക്സിനേഷൻ കാർഡ് വേണം. രണ്ടാമത് മുമ്പ് എടുത്ത വാക്സിന്റെ പേരറിയില്ലെങ്കിലും ഡേറ്റ് എന്താണെങ്കിലും ഓർത്ത് വെക്കാം. അറ്റ്ലീസ്റ്റ് 1 മാസത്തെങ്കിലും ഇടവേള ഉണ്ടാവണം. രണ്ടാമത് കുഞ്ഞിന് എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കടുത്ത പനിയോ ഇൻഫെക്ഷനോ ഒക്കെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിലും പറയാം. പിന്നെ ചില കുട്ടികളുണ്ട്, ഇപ്പൊ നമുക്ക് അറിയാം ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്ന ക്യാൻസറിനൊക്കെ മരുന്ന് കഴിക്കുന്നവര്, ചില ഇമ്മ്യൂണിറ്റി സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ സ്റ്റിറോയിഡ് മരുന്ന് കടുത്ത അളവിൽ കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊന്നും ചില വാക്സിൻ ഒന്നും ഉടനെ കൊടുക്കാൻ പറ്റില്ല, ലൈവ് വാക്സിൻസ് ഒന്നും. ഇപ്പൊ ചിക്കൻ ബോക്സ് വാക്സിൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ഒക്കെ അങ്ങനെ ഹൈ ഡോസിൽ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്ന കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. അതുപോലെ കുട്ടിക്ക് മുമ്പ് എന്തെങ്കിലും ഒരു അലർജി വന്നിട്ടുണ്ട്, ഇപ്പൊ ഒരു വാക്സിൻ എടുത്ത് കുട്ടി ചിലപ്പോൾ ഒന്ന് ഫെയിന്റ് ചെയ്തു, അല്ലെങ്കിൽ ചില വാക്സിൻ എടുത്ത ശേഷം കുഞ്ഞിന് മയക്കം വന്നു, തീർച്ചയായിട്ടും ഡോക്ടറോട് പറയണം. ചിലപ്പോൾ അതിന്റെ ബൂസ്റ്റർ ഡോസ് ആണെങ്കിൽ ഡോക്ടർ അറിയത്തില്ല. അപ്പൊ അത് നിങ്ങൾ ഏത് ഡോക്ടർ ആണെങ്കിലും പറഞ്ഞിരിക്കും. തീർച്ചയായിട്ടും ചില അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ മുതിർന്നവർ പറയുന്ന ഒരാളാണ്, വീട്ടിൽ അമ്മമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് പനിയല്ലേ വന്നു പോട്ടെ അത് നല്ലതാ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ ബോക്സിന്റെ കാര്യമൊക്കെ. അപ്പൊ ഒരിക്കൽ വന്നു പോകുന്നതാ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അത് അബദ്ധമായിട്ടുള്ളൊരു ധാരണയാണോ അല്ല അതിന്റെ വാക്സിൻ നമ്മൾ കൃത്യമായി എടുത്തിരിക്കണമോ? കുഞ്ഞുങ്ങളുടെ കാര്യം ചിക്കൻ ബോക്സ് വന്നു, നമ്മുടെ കുഞ്ഞിന് വന്നു, വലിയ കുഴപ്പമില്ലാതെ പോയി, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ കാര്യമായിട്ട് വന്നു, സീരിയസ് ആയി,
വീട്ടിൽ എല്ലാവർക്കും വന്നു. അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ഒരു പ്രായമുള്ള ആൾക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗർഭിണിയുണ്ട്, നമ്മുടെ വീട്ടിലെ സാഹചര്യം ഓർക്കാതെ നമ്മൾ പലപ്പോഴും അസുഖം വന്നോട്ടെ എന്ന് പറയും. പക്ഷെ നമുക്ക് ചിലപ്പോൾ വന്നാൽ കുഴപ്പമുണ്ടാവില്ല. ചെറിയ കുഞ്ഞുവാവയുണ്ട്, അല്ലെങ്കിൽ ഒരു ഗർഭിണി വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ക്യാൻസറിന് മരുന്ന് കഴിക്കുന്ന ഒരാളുണ്ട്. നമ്മളിൽ നിന്ന് എക്സ്പോഷർ കിട്ടും. എന്താണ് എക്സ്പോഷർ? ഇപ്പൊ പലരും ചോദിക്കും, ഡോക്ടർ ഞാൻ ആ രോഗിയുടെ അടുത്തൊരു മണിക്കൂർ നിന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം നിന്നോളൂ, ഇച്ചിരി നേരം നിന്നോളൂ, പെട്ടെന്ന് നമ്മളങ്ങ് മാറിപ്പോയി എന്ന് പറയും. പക്ഷെ നല്ലൊരു എക്സ്പോഷർ എന്ന് പറയുന്നത്, അപ്പൊ ഞാനും സുമിയും കൂടി ഇപ്പൊ ഈ റൂമിൽ നിൽക്കുന്നു, നമ്മൾ 1 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു എക്സ്പോഷർ ആണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ തൊട്ട് സംസാരിക്കും, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്നു, അത് നല്ലൊരു എക്സ്പോഷർ ആണ്. അപ്പൊ പലരും പറയും, ഇന്നലെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ഡയഗ്നോസ് ആയി, ഞാൻ കുട്ടിയെ മാറ്റിയത്. പക്ഷെ സിഗ്നിഫിക്കന്റ് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ മാറ്റിയാൽ വരാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് ശതമാനം ഉണ്ടായിരിക്കും. പക്ഷെ എക്സ്പോഷർ എപ്പോഴും എക്സ്പോഷർ വന്ന ശേഷം തടയാനും വരാതിരിക്കാനും നല്ലത് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ്. അതുപോലെ വന്നു കഴിഞ്ഞാലോ കോംപ്ലിക്കേഷൻസ് ചില കുട്ടികൾക്ക് വരാം. ചില കുട്ടികൾക്ക് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ, ചിക്കൻ ബോക്സിനൊക്കെ ചില കുട്ടികൾക്ക് ഗുരുതരമാകാൻ വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ. ബാക്കി കുട്ടികൾക്കൊക്കെ സാധാരണ രീതിയിൽ പോകും. പക്ഷെ ആർക്കാണ് അത് എത്രയോ മില്യൺസിലായിരിക്കും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ആർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എക്സാം സമയമാണ്, അപ്പൊ നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേണം. നമുക്ക് തടയാൻ മാർഗം ഉണ്ടല്ലോ, അപ്പൊ നമുക്കത് എടുക്കുന്നതല്ലേ. പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല. അല്ല, ഇപ്പൊ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഒക്കെ നേരത്തെ തന്നെയാണോ കുട്ടികൾക്ക് എടുക്കേണ്ടത്? നേരത്തെ 1.5 വയസ്സിന് ശേഷം നമുക്ക് എടുക്കാം ഈ വാക്സിൻ. അപ്പൊ 1.5 വയസ്സിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് 2 ഡോസ് നമുക്ക് എടുക്കാം. 13 വയസ്സിനുള്ളിലാണെങ്കിൽ 2 ഡോസ് നമുക്ക് കുട്ടികൾക്ക് എടുക്കാം. 13 വയസ്സിന് ശേഷമാണെങ്കിലും കുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. അത് 1.5 വയസ്സിന് ശേഷം നമുക്ക് എപ്പോ വേണമെങ്കിലും കുട്ടികൾക്ക് ഇത് വാക്സിൻ എടുക്കാം. അപ്പൊ ഞാനൊക്കെ 30 വയസ്സിലാണ് എടുത്തത്. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊന്നും എനിക്ക് എന്റെ ഗർഭിണി ആവുന്നതിന് മുമ്പാണ് ഞാൻ ഈ വാക്സിൻ എടുത്തത്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് മെഡിസിൻ നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുമല്ലോ. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിന് വരരുതെന്ന് കരുതി നമ്മൾ ആ സമയത്ത് ഒരു ഇൻഫെക്ഷൻ വന്നാൽ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് നമ്മൾ വാക്സിനേഷനെ പറ്റി അറിയാം, എന്നിട്ട് നമ്മൾ എടുക്കാതിരിക്കണ ശരിയല്ലല്ലോ. ഞാൻ എടുത്ത ഒരാളാണ്. അപ്പൊ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, കേട്ടവർക്ക് തോന്നിക്കാണും, അയ്യോ നമ്മൾ ആ വാക്സിൻ സ്കിപ്പ് ചെയ്ത് പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ആ വാക്സിൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇൻ കേസ് സ്കിപ്പ് ചെയ്ത് പോയി, ഏതോ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ 5 വയസ്സിലെടുക്കാനുള്ള, അല്ലെങ്കിൽ 7 വയസ്സ്, അല്ലെങ്കിൽ 10 വയസ്സിലെടുക്കാനുള്ളൊരു വാക്സിൻ സ്കിപ്പ് ചെയ്ത് പോയി, അങ്ങനെ പോകുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ശരിക്കും സ്കിപ്പ് ചെയ്യരുത്. പക്ഷെ നമ്മുടെ സാഹചര്യമാണ്, നമ്മൾ സ്ഥലം മാറാം, അല്ലെങ്കിൽ എന്താ പറയാ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടും, പലരും മറന്നു തിരക്കിലൊക്കെ വിട്ടു. പക്ഷെ പിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് കരുതി അത് ഞാൻ ഒത്തിരി സമയം വൈകി. വാക്സിനേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കാർഡിൽ നമുക്ക് സമയം ഉണ്ടാവും, 1.5 വയസ്സിലെടുക്കണം. അപ്പൊ പലരുടെയും ധാരണ 1.5 വയസ്സ് കഴിഞ്ഞ് ചിലപ്പോൾ 2.5 വയസ്സിലായിരിക്കും ആ വാക്സിനെ പറ്റി ഓർക്കുന്നത്, അല്ലെ 2 വയസ്സ് 6 മാസമായി ഇനി എടുക്കാൻ പറ്റില്ല, അപ്പൊ അതിനി എടുക്കേണ്ട അടുത്ത വാക്സിൻ എടുക്കാം. ഒട്ടുമല്ല, മിക്ക വാക്സിൻസും നമുക്ക് എടുക്കാം. ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അതില് നമ്മുടെ കാർഡിൽ തന്നെ 1-2 വാക്സിൻസേ ഉള്ളൂ 2 വയസ്സിനുള്ളിൽ എടുക്കേണ്ട വാക്സിൻസ്. ബാക്കി എല്ലാം തന്നെ നമുക്ക് പിന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അഡീഷണൽ വാക്സിൻസ്, പലരും പറയുമ്പോൾ കൊച്ചുനാളിൽ ഞാൻ എടുത്തില്ല ഡോക്ടറെ, ഇനി എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക്. പറയുന്ന ടൈഫോയിഡ് ആയാലും ചിക്കൻ ബോക്സ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിൽ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയോട് ചോദിക്കണം, പറയാം അന്നൊന്നും ഈ വാക്സിൻ ഇല്ല, ഉള്ളതൊക്കെ നിനക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ പേരൻസ് അങ്ങനെയായിരിക്കും പറയാം. അപ്പൊ ഞാൻ പഠിച്ചു MBBS ഒക്കെ പഠിച്ചു കഴിഞ്ഞ കാലത്ത് ഈ വാക്സിനേഷനെ പറ്റിയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്സിൻസ് അല്ലേ. MMR പോലും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യം പറയുന്ന വെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് റൂബല്ല ഔട്ട്ബ്രേക്ക് വന്നു. വാക്സിനേഷൻ ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഗുണകരമാണ്. കാരണം ഞാൻ പഠിച്ച സമയത്ത് ഇത് ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞ, കാരണം MMRന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മളൊക്കെ ഒരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ MMR വാക്സിൻ എടുത്തു 20 വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടുക. അപ്പൊ നമ്മൾ എടുത്തിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ എടുക്കാം, പിന്നീടും എടുക്കാം. അപ്പൊ എടുത്തത് കൊണ്ട് ഞങ്ങളുടെ സമയത്ത് കോളേജിൽ റൂബല്ല ഔട്ട്ബ്രേക്ക്, ജർമ്മൻ മീസിൽസ് ഔട്ട്ബ്രേക്ക് വന്നപ്പോ എനിക്ക് വന്നില്ല. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, അത് നമ്മൾ പ്രാവർത്തികമാക്കിയ ചിലപ്പോൾ നമ്മുടെ ലക്ക് കൊണ്ട് ഗുണകരമായിട്ടേ ഭാവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കണോന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും വാക്സിനേഷൻസ്, അഡീഷണൽ വാക്സിൻസ് നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കണം. കുഞ്ഞുനാളെ പുറം രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ എല്ലാ വാക്സിൻസും എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോലെ സ്കിപ്പ് ചെയ്ത് പോകുന്നവരെല്ലാവരും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വാർത്തകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മുണ്ടിനീര് വരിക, അല്ലെങ്കിൽ വരുന്നു, അത് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നു, അതിന്റെ വാക്സിനേഷനെ കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മുണ്ടിനീര് കേസസ് കേരളത്തിൽ കൂടുന്നെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ 9 മാസത്തിൽ നമ്മൾ MR എടുക്കും. 1 കാലം നമ്മൾ ഉറപ്പായിട്ടും MMR തന്നെ എടുക്കണം. MMRന്റെ അകത്ത് മംസ്, MR എന്ന് പറഞ്ഞാൽ മീസിൽസ്, റൂബല്ല. നേരത്തെ പറഞ്ഞില്ല, റൂബല്ല എന്ന് പറയുന്ന ജർമ്മൻ മീസിൽസ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. മീസിൽസ്, ജർമ്മൻ മീസിൽസ് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പേര് മാത്രം ഏകദേശം പനി വരുന്നു, റാഷ് വരുന്നു, അത് തന്നെയാണ്. അപ്പൊ
പക്കാ മണ്ണൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന 5ാം പനി എന്ന് പറഞ്ഞ മീസിൽസ്. അപ്പൊ അതിന് MR ഉണ്ട്. പക്ഷെ മംസ് മുണ്ടിനീര് കൂടെ ഉള്ളത് 1.25-നാണുള്ളത്. 1.25 നമ്മൾ അത് MMR വാക്സിൻ ആണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് 4 വയസ്സിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളിൽ ആ സമയത്ത് MR ആണ് എടുക്കണമെങ്കിൽ ഇത് മിസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ MMR തന്നെ എടുക്കുക. പിന്നെ 4 വയസ്സിലും 6 വയസ്സിലും ഇടയ്ക്ക് എടുത്തെന്ന് വെച്ചും കുഴപ്പമില്ല. കാരണം എടുക്കുന്നതുകൊണ്ട് അഡീഷണൽ ഡോസ് കിട്ടിയെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു ദോഷവും ഇല്ല. വാക്സിൻ എടുക്കുക. കാരണം വാക്സിൻ എടുക്കുന്ന കുട്ടികളിൽ വലിയ സുരക്ഷ കിട്ടുന്നേ ഉള്ളൂ. ഇനി ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന മറ്റൊരു വാക്സിന്റെ പേരാണ് ഫ്ലൂവിനെ കുറിച്ചുള്ള ഫ്ലൂ വാക്സിൻ. അത് നമുക്ക് ഗുണമുള്ളതാണോ അല്ലയോ? തീർച്ചയായിട്ടും ഗുണമുള്ളത്. അപ്പൊ നമ്മള് മുതിർന്നവരെ പോലും എടുക്കാനാണ് പറയുന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സ്കൂൾ അങ്ങോട്ട് തുറക്കാൻ പോവാണ്. ആലോചിച്ച് നോക്കും, 2 മാസം കഴിഞ്ഞാൽ മഴ വന്നാൽ പെട്ടെന്ന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൂടുന്നു, കഫക്കെട്ട് കൂടുന്നു, ആൾക്കാർ ഇടയ്ക്കുള്ള വേനൽ മഴ പെയ്ത ശേഷം കഫക്കെട്ട് കൂടുന്നു. എന്താ വെച്ചാൽ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് വർഷത്തിൽ ഇത് ചേഞ്ചസ് വരും. അതായത് WHO പുതിയ വാക്സിൻ ഇറക്കും, വർഷത്തിൽ ഒരിക്കൽ ഇറക്കുന്നതാണ്. അതായത് ഓരോ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറിലും അവർ 2 ബാച്ചായിട്ട് അവർ ഇറക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ഓരോ വർഷം നമുക്കറിയാം കോവിഡിനെതിരെ വാക്സിൻ വന്നില്ല, അതിന് വൈറസ് ഓരോ വർഷം ഒരു രൂപമാറ്റം മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പൊ ഈ അടുത്ത വർഷം അവർ വരാൻ വിറുലന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള വൈറസിനെതിരെ അതിനെതിരെയാണ് ഒരു പുതിയ ബാച്ച് ഇറക്കുന്നത്. അപ്പൊ ഈ വാക്സിന്റെ പ്രത്യേകത വെച്ചാൽ നല്ല ശ്വാസം മുട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാൽ തന്നെ പെട്ടെന്ന് കഫക്കെട്ട് വരുന്നു, ഇൻഫെക്ഷൻസ് വരുന്നു, അലർജി ഉള്ള കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് എല്ലാ കുട്ടികൾക്കും പറയുന്നത് 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എടുക്കാം. 5 വയസ്സ് മാത്രമല്ല മുതിർന്ന കുട്ടികൾക്കും എടുക്കാം. അതുപോലെ തന്നെ പ്രീ ടേം കുട്ടികൾ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികൾ, ആസ്മ അലർജി ഉള്ള കുട്ടികൾ, ഹാർട്ടിന് അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള എല്ലാ കുട്ടികൾക്കും ഈ വാക്സിൻ നിർബന്ധമായി എടുക്കണം. മറ്റു കുട്ടികൾക്കും എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖം വരുന്നു. ഒരു മാസം ആന്റിബയോട്ടിക് കൊടുത്തു, അടുത്ത മാസം ആന്റിബയോട്ടിക് കൊടുത്തു, അസുഖം മാറുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എടുത്ത കുട്ടികളിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തിൽ ഇത് 2 തവണ വർഷത്തിൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് ബൂസ്റ്റർ എടുക്കണം. കാരണം 2 ഡോസ് ആദ്യം എടുത്ത ശേഷം പിന്നെ വർഷം തോറും ബൂസ്റ്റർ എടുക്കണതാണ് ഏറ്റവും നല്ലത്. ആദ്യം എടുക്കേണ്ട പ്രായം ഇതാണ്. ആദ്യം എടുക്കേണ്ട മിനിമം പ്രായം 6 മാസമാണ്. 6 മാസത്തിന് മുകളിൽ എപ്പോൾ വേണേലും എടുക്കാം. 6 മാസം തൊട്ട് നമുക്ക് ഈ വാക്സിൻ എടുക്കാം. 2 ഡോസാണ് 9 വയസ്സിലുള്ള കുട്ടികൾക്കുള്ളത്. അത് കഴിഞ്ഞാൽ 9 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒറ്റ ഡോസേ ഉള്ളൂ. പിന്നെ വർഷം തോറും ബൂസ്റ്റർ എടുക്കുന്നത് ഒരു പ്രാവശ്യം എടുത്തതിന് ശേഷം പിന്നെ എല്ലാം ബൂസ്റ്ററാണ്. നമുക്ക് എത്ര ബൂസ്റ്റർ വേണേ എടുക്കാം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 6 വയസ്സ് 7 വയസ്സ് വരെ അല്ലേ കുട്ടികൾക്ക് വലിയ അസുഖങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സ്കൂളിൽ പോകുന്ന 3-3.5 വയസ്സാകുമ്പോൾ പ്ലേ സ്കൂളിൽ വിടും. പിന്നെ അസുഖം ഒട്ട് കുറയത്തൂല്ല. പക്ഷെ ആ പ്രായത്തിൽ വിടുന്നതിന് മുമ്പ് ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ആശ്വാസമാണ്. പിന്നെ ഇളയ കുട്ടിയുണ്ട്, മൂത്ത കുട്ടി സ്കൂളിൽ പോകുന്നു, ആ കുട്ടികൾക്കും എടുക്കാം. കാരണം മൂത്ത കുട്ടിയായിരിക്കും അസുഖം കൊണ്ടുവരുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ട് എടുക്കുന്നതുകൊണ്ട് ഗുണകരമാണ്. പിന്നെ മുതിർന്ന കുട്ടികൾക്ക് ആസ്മ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൂ വാക്സിൻ എടുക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, ഉത്തരവായിരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് നമ്മൾ മസ്റ്റായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ശരിക്കും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വാക്സിൻ ഏതൊക്കെ എടുക്കണം, എങ്ങനെ എടുക്കണം, ഏത് പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് എവിടെ എടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും, അവരെ നമ്മൾ കെയർഫുൾ ആയിരിക്കും. നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറയും പലരും, അതായത് അവിടെ പോയാൽ അത്ര സേഫ് അല്ല, ഇവിടെ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ നമുക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ആസ് എ ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ആ ഒരു ഇങ്ങനെ പോയാൽ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ നല്ലത് അങ്ങനെ ഉണ്ടോ? ഈ ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ വളരെ കേട്ടതെന്ന് വെച്ചാല് ഒരുപാട് പരിചയമുള്ളവർ ചോദിക്കാറുണ്ട്. പലരും എന്താ പറയാ മടിയില്ലാതെ ചോദിക്കുമെങ്കിലും അതിന്റെ സത്യാവസ്ഥ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും സുരക്ഷിതമാണ്, ഉറപ്പാണ്. അതുപോലെ എല്ലാ പ്രൈവറ്റ് ആശുപത്രികളും സുരക്ഷിതമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എടുക്കുന്ന നമ്മൾ പറയും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വലിയ ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ കീഴിലാണ്. ഇപ്പൊ ഞാൻ പ്രൈവറ്റ് വർക്ക് ചെയ്യുന്നു വെച്ചാലും ഞാൻ ഗവൺമെന്റ് ഓഫ് കേരള താഴെ വർക്ക് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രവർത്തകന് സർക്കാർ നമ്മൾ ജോലി ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ എവിടെ നിന്ന് എന്ത് ചെയ്താലും ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എന്ത് സൈഡ് ഇഫക്റ്റ് വന്നാലും അത് ഗവൺമെന്റിൽ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ പോകും. ഡിസ്ട്രിക്റ്റിൽ ഒരു ഇമ്മ്യൂണൈസേഷൻ ഓഫീസർ ഉണ്ട്. അപ്പൊ അവര് അത് പറഞ്ഞിട്ട് അവർ വന്ന് ചെക്ക് ചെയ്യുകയും അതിന്റെ എൻക്വയറി നടത്തുകയും അതിന്റെ സൈഡ് ഇഫക്ട്സിനെ പറ്റി പഠിക്കുകയും അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സുരക്ഷ എന്ന് പറയുന്നത്, ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചർ, ഇത് വാക്സിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അതായത് നമുക്ക് ILR, ഐസ് ലൈൻ റെഫ്രിജറേറ്റർ, നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. കോൾഡ് ചെയിൻ, അതായത് ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരിക്കും.
ആ കമ്പനിയുടെ അവിടുന്ന് ഇതുണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അത് കുട്ടിക്ക് കൊടുക്കുന്ന സ്ഥലം വരെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് പറയുന്നതാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഗവൺമെന്റിലായാലും ശരി പ്രൈവറ്റിലായാലും ശരി അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയും അത് കൊണ്ടുപോകുന്ന സിസ്റ്റത്തിനെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഐസ് ലൈൻ റെഫ്രിജറേറ്റർ എന്ന് പറയും. ഒരു വലിയൊരു പെട്ടി പോലെ അതിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോപ്പ് ഇങ്ങനെ തുറക്കുന്ന ഒരു വലിയ നമ്മൾ മിക്ക വലിയ ഹോസ്പിറ്റൽസിലും എല്ലായിടത്തും കാണും ഇത്. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ഫ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചില ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. പെട്ടെന്ന് തുറക്കാൻ പാടില്ല. ടെമ്പറേച്ചർ എപ്പോഴും, അതായത് കറണ്ട് കട്ട് ഒരുപാട് വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത്രയും ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ആണ് നടക്കുന്നത്. 16 മണിക്കൂർ വരെ കറണ്ട് കട്ട് വന്നാൽ പോലും ഈ ഒരു വലിയ ഐസ്ലൈൻ റെഫ്രിജറേറ്ററിന് ഒരു പ്രശ്നവും ഇല്ല. ടെമ്പറേച്ചർ അവര് അത്രയും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരാളുണ്ടാവും റെക്കോർഡ് ചെയ്യാൻ, അവിടെ ഉള്ള സ്റ്റാഫ് അത് മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പൊ അത്രയും മോണിറ്റേർഡ് ആണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. മിക്ക എല്ലാ ഹോസ്പിറ്റൽസിലും കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ആണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും ഉണ്ട് ഐസ്ലൈൻ റെഫ്രിജറേറ്റർ. എല്ലാ സ്ഥലത്താണെങ്കിൽ ഫ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ നമ്മൾ ടോപ്പിൽ യൂസ് വെക്കണം. അതുപോലെ 2ാമത്തെ ഷെൽഫിൽ ഇന്ന വാക്സിൻ വെക്കണം, 3ാമത്തെ ഷെൽഫിൽ ഇന്നത് വെക്കണം, ഇന്ന സ്ഥലത്ത് വെക്കരുത്. അതുപോലെ ഫ്രിഡ്ജിൽ വേറെ ഒന്നും കൊണ്ട് വെക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്സിനേഷൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. അപ്പൊ അത് എവിടെയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും തീർച്ചയായും സുരക്ഷിതമാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അടിപൊളിയാണ്. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ 2 സ്ഥലത്തും വർക്ക് ചെയ്ത ഒരാളാണ്. എനിക്ക് വളരെ അഭിമാനത്തോട് പറയാം. കാരണം നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ കണ്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്. നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, നമ്മുടെ വില നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ശരിക്കും അത് ഇതിന്റെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ചികിത്സാ രീതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ RCC ഉൾപ്പെടെയുള്ള പല സിസ്റ്റവും പല ആൾക്കാരും ഇവിടേക്ക് റെഫറൻസ് വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖല അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട്, വിശ്വാസമുള്ളതുകൊണ്ട്. കഴിവുറ്റ ഡോക്ടർ ഈ ഇപ്പൊ പറയുന്ന ഗവൺമെന്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ സിസ്റ്റമാണ്. കേരള മോഡൽ ഹെൽത്ത് കെയർ, നമ്മള് പല ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം വെച്ചിട്ട് പുറത്ത് പോയി ചികിത്സ, രാജ്യങ്ങളിലൊക്കെ പോയി ചികിത്സ എടുക്കുന്നവരൊന്ന് പറയാറുണ്ട്, നമ്മളൊരു ഡയഗ്നോസിസ് തന്നെ എന്ത് പെട്ടെന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അവിടെ ഒരു എന്താ പറയാ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അത് കാരണം ജീവൻ ഇല്ലാതായത് എത്രയോ കേസുകൾ. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ പോലും ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഇതിന്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അടുത്ത ചോദിക്കാനുള്ള ഒരു ചോദ്യം പോളിയോയെ കുറിച്ചാണ്. കാരണം പോളിയോ എടുക്കാത്തത് കൊണ്ട്, അത് വിട്ടുപോയത് കൊണ്ട്, അത് മറന്നുപോയത് കൊണ്ട്, സ്ഥലത്തില്ലാത്തത് കൊണ്ട്, എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ ബാധിച്ച്, അവരുടെ ഫ്യൂച്ചറിനെ ബാധിച്ച് ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ കേസ് പോളിയോ എടുക്കാൻ പറ്റില്ല, ഈ പ്രാവശ്യത്തെ പോളിയോ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു പാരന്റ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? പൾസ് പോളിയോ, ഇപ്പൊ ഈ കഴിഞ്ഞ പൾസ് പോളിയോ ഒരുപാട് പേര് ചോദിച്ചു. ചിലർ വന്ന് ചോദിച്ചു ഇനി ഞാൻ വീണ്ടും വന്ന് എടുക്കാമോ. അപ്പൊ ആക്ച്വലി ഇത് പൾസ് പോളിയോ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. നമ്മൾ എന്തിനാ ഇത് എടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഇത് ഒട്ടും മാറിയിട്ടില്ല. കാരണം നമ്മുടെ രാജ്യത്ത് 2011 ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2024 ഇത്രയും വർഷമായിട്ട് ഇന്ത്യ ഇത്രയും ആൾക്കാരുള്ള രാജ്യത്ത് ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അയൽ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വാക്സിനേഷൻ കവറേജ് കുറയുമ്പോൾ ഈ വൈറസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർ കയറുന്ന സാധ്യത ഉള്ളതുകൊണ്ട് ഈ വൈറസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സാമൂഹിക പ്രതിരോധം, അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല, സുമി എടുത്തിട്ടുണ്ട്. എങ്കിലും സുമിയുടെയും ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി കാരണം എനിക്ക് ഇൻഫെക്ഷൻ കിട്ടത്തില്ല. അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണെങ്കിൽ ഞാനും രക്ഷപ്പെടാം. അപ്പൊ അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സാമൂഹിക പ്രതിരോധം. അത് നമ്മുടെ വാക്സിനേഷൻ കവറേജ്, അതിനാണ് നമ്മൾ ഈ സർക്കാരും എല്ലാവരും ഇരുന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എടുക്കൂ. കാരണം നമ്മൾ അത്രയും പേര് എടുക്കുമ്പോൾ നമ്മുടെ സ്രവങ്ങളിൽ കൂടെയും അല്ലാതെയൊക്കെ ഈ മറ്റു കിട്ടാത്തവർക്ക് കൂടി ഈ വാക്സിനേഷന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഒരു ദിവസം ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് പൾസ് നമ്മൾ ചിലർ പറയാൻ കഴിഞ്ഞ മാസം എടുത്താലും ഇനി ഇതിന്റെ ഡോസിന്റെ ആവശ്യം എന്താണെന്ന്. പക്ഷെ നമ്മളൊരു സാമൂഹിക അവബോധമുള്ള ഒരാളാണ്, പൗരനാണ് എങ്കിൽ നമ്മൾ ഈ വാക്സിൻ ഒരു ദിവസം എല്ലാവരും കൂടെ എടുക്കുമ്പോൾ അത്രയും ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കുറയുന്നു. അപ്പൊ പൾസ് പോളിയോ എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ പൾസ് പോളിയോ ഉറപ്പായിട്ടും എടുക്കണം. ഇനി നമുക്ക് പക്ഷെ ആ ഡോസ് ഗവൺമെന്റിൽ പോയാലോ പ്രൈവറ്റിൽ പോയാലോ അവർ ആ ഡോസായിട്ട് കണക്കാക്കില്ല, സാധാരണ റൂട്ടീൻ ഡോസായിട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ, ഞാനിപ്പോൾ എടുത്തു വെച്ച ഒരു 10 ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഇത് ചോദിക്കണം അത് ചോദിക്കണം, എൻ്റെ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വാക്സിനെ കുറിച്ച് അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരുപാട് സംശയം ഉണ്ടാവും.
വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അത്തരം ചോദ്യങ്ങൾ ഇടാം. നെക്സ്റ്റ് വീണ്ടും ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എഴുതി കൊണ്ടുവന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡൗട്ടുകളെല്ലാം പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്പെഷ്യലി ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട വാക്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വീക്ക് ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണ് മാത്രമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഇതായാലും ഡോക്ടർ വിദ്യ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും സംശയങ്ങൾക്ക് നിങ്ങൾ തരുന്ന കോമൻസിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.